യാത്രകൾ ചെയ്യണം, കാണാത്ത സ്ഥലങ്ങൾ കാണണം, ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യണം. എവിടേക്ക് പോകണം ട്രെയിനൊക്കെ കയറിയിട്ട്? നമ്മൾ തഞ്ചാവൂർ കുറേ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ തന്നെ അജിക്കുട്ടം പരിപാടി തുടങ്ങി, നേരെ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. പിന്നെന്തൊക്കെ? ഞങ്ങൾ കോയമ്പത്തൂർ സെൻട്രലിൽ നിന്നാണ്, ചെന്മുഴി എക്സ്പ്രസ്സിലാണ് ഞാൻ ഇന്നത്തെ യാത്ര. ഏകദേശം ഒരു 6:15 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ തഞ്ചാവൂർ എത്താറ് അടുത്ത സ്റ്റേഷനാണ്. അതിന് മുന്നേ നല്ല വ്യൂ ആണ് ഇവിടെ. ചെന്മുഴി എക്സ്പ്രസ് ചതിച്ചില്ല. ഏകദേശം ഒരു 6:15 ആകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ബിരിയാണി. ഇതാണ് തഞ്ചാവൂർ സ്റ്റേഷൻ്റെ ഒരു എൻട്രൻസ്. എവിടേക്കാ പോണ്? ചായ കുടിച്ചിട്ടാവാ ബാക്കി പരിപാടി. ലഡു അമ്പലത്തിൽ നിന്ന്. റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു എൻട്രി കാണാൻ തന്നെ ഒരു അടിപൊളി ലുക്കാണ്. ടേസ്റ്റ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു കോഫിയും ടീ ഒക്കെ ഇടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കാപ്പിയൊക്കെ അടിച്ചിട്ടാവാം ബാക്കി പരിപാടി. 3 ചായ 2 ഫിൽറ്റർ. ലെമോണ്ട് തമിഴ്നാട് സമൂസ എങ്ങനെയുണ്ട്? കേരള പോലെ ഉണ്ടോ? തഞ്ചാവൂർ വന്ന് വട ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. കുളിച്ചിറങ്ങി നമ്മൾ നേരെ തഞ്ചാവൂർ ബിഗ് ടെമ്പിൾ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ. അപ്പം നടന്നിട്ട് തന്നെ പോണത്. എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി മുണ്ടാക്കി. എൻ്റെ കോസ്റ്റ്യൂം. ബിഗ് ടെമ്പിൾ ജംഗ്ഷൻ. ഇവിടുന്ന് തന്നെ അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നടക്കുന്നതാണ്. ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നടന്നിട്ട് അല്ലെങ്കിൽ ഷെയർ ഓട്ടോ ഒക്കെ കിട്ടും. അതിനൊരു 100 രൂപയാവുമെന്നാണ് പറഞ്ഞു. ഞങ്ങൾ 6 ആൾക്കും കൂടി. പക്ഷെ ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. ഇതാണ് പെരിയ കോവിൽ റോഡ്. അപ്പോൾ ഈ റോഡിൽ നിന്ന് കുറച്ച് ദൂരം പോയിട്ട് വേണം ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സംഭവം അടിപൊളി വ്യൂ ആണ്. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. ഇത് മറാത്ത ഗേറ്റ് വേണല്ലേ. വൈബന്നെയാണ്. നല്ലൊരു അടിപൊളി വ്യൂ. മുകളിലേക്ക് എടുത്ത് നോക്കട്ടെ. നമ്മളിപ്പോൾ 1-ലാണ്. ഇവിടെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 15 എണ്ണം ഉണ്ടല്ലേ. എന്തൊക്കെ കാണാണ്ട്. മാർത്ത എൻട്രൻസ്. നമ്മൾ മാർത്ത എൻട്രൻസിൻ്റെ ഉള്ളിൽ കയറിയില്ലേ? അപ്പോൾ എല്ലാ സ്ഥലവും ഒരേപോലെ ഉണ്ടല്ലോ. പക്ഷേ അവിടുന്ന് ഇത് 2ാമത്തെ സ്ഥലമായതോ ഒക്കെ ഒരേപോലെ ഉണ്ട്. നമ്മൾ ബിഗ് ടെമ്പിളിലല്ലേ? ബിഗ് ടെമ്പിളിന്റെ ഡീറ്റെയിൽസ് പറയും. എവിടെ തിരി പറയ്. റിസർച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ പറയും. രാജരാജ ചോളൻ നിർമ്മിച്ച ഇതല്ലേ മറ്റേ ഏറ്റവും വലിയ നന്ദി ഉള്ളത്? അതിവിടെയാണ് പ്രതിമ ഉള്ളത്. ഈ കാണുന്നതാണ് നന്ദി ടെമ്പിൾ അഥവാ ബിഗ് ടെമ്പിൾ അല്ലേ? ഐതിഹ്യം പറയൂ. ആർക്കും അറിയില്ല ഐതിഹ്യം ഒന്നും. സോ പറയുന്ന ചോള 1 ഏത് വർഷമാണ് ഉണ്ടാക്കിയത്? 1910. ജെമിനി പറയൂ. 13 to 1000 സംതിങ്. ഒറ്റ കല്ലുകൊണ്ടാണ് ഈ ഒരു മൊത്തം ടെമ്പിളും നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? 1010 സെഞ്ചുറിയിൽ പക്ഷെ ഇത്രക്ക് വലിയ കല്ലൊക്കെ ഉണ്ടാവും. നല്ല എക്സ്പേർട്ടാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി. ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട് ഏകദേശം 1 മാസമായില്ലേ. എന്നിട്ട് ഇപ്പോഴാണ് നമുക്ക് വരാൻ പറ്റിയത്. ഞങ്ങളുടെ ടൂറിന്റെ മെയിൻ കോർഡിനേറ്റർ എല്ലാ കാര്യങ്ങളും ചെയ്ത് സഞ്ജുവാണ്. അവന് പക്ഷെ വരാൻ പറ്റിയില്ല. അവന് വേണ്ടി നമ്മളൊരു സ്പേസ് എല്ലാ വീഡിയോയിലും ഫോട്ടോയിലും നമ്മൾ കൊടുക്കുന്നതാണ്.
ട്രിബ്യൂട്ട് സഞ്ജു. ഇതെന്താ ഒരു നായ എങ്ങനെ കിടക്കണേ? ഇതാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നന്ദിയുടെ പ്രതിഷ്ഠ. നോക്കി തൊടുക. എല്ലാവരും ചന്ദനൊക്കെ തൊടുക. അല്ല 10 രൂപയാണ് നോക്കി തൊടുക. 5 രൂപ ചന്ദനം ബാക്കി. ഇവിടുത്തെ മെയിൻ ടെമ്പിൾ. അപ്പൊ ഇവിടെ ഫോൺ യൂസ് ചെയ്യാനൊന്നും അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും കാണുന്നില്ല. അതാണ് തോന്നുന്നില്ലേ മറ്റേ കല്ല് എത്ര ടണ്ണ് കയറ്റി വെച്ച് പറയില്ലേ? ഏതാ കല്ല്? മേലെ കണ്ടോ? അതിന്റെ മുകളിലത്തെ കല്ലോ? എത്ര ടണ്ണ് എങ്ങനെ കയറ്റി അറിയില്ല. മിസ്ട്രിയാ പറഞ്ഞില്ലേ? ഇതിന്റെ മുകളിലേക്ക് വരെ കല്ലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഫുള്ള് സൃഷ്ടിച്ചത്. ഏറ്റവും ഭാരം കൂടിയത് ഇവിടെ ആരെങ്കിലും. ഇതാണ് അമ്മൻ ഷ്രൈനിന്റെ പ്രതിഷ്ഠ ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളിലൊരു വിഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് കാണിക്കുന്നില്ല വിചാരിച്ചു. ടെമ്പിളിന്റെ എൻട്രൻസ് ഇവിടെ നല്ല തിരക്കുണ്ട്. അത്യാവശ്യം എല്ലാവരും തൊഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗോപുരത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. 16 അടി ഉയരത്തിലാണ് കുംഭഗോപുരം സ്ഥിതി ചെയ്യുന്നത്. കുംഭഗോപുരം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. രാജരാജ രാജരാജ ചോളൻ നിർമ്മിച്ച ഒന്നാമനാണ് ഈ ഫുള്ള് നിർമ്മിച്ച്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞാൽ ഇവിടുത്തെ ഗോപുരാണ്. മെയിൻ ഗോപുരം. ഇതിന്റെ ബാക്കിലാണ് ഗോപുരം വരുന്നത്. നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ കണ്ടു. അങ്ങനത്തെ ഒരുപാട് ഗോപുരങ്ങളുണ്ട് ഇവിടെ. ഒന്നും പറയില്ലേ? എങ്കിലും അമ്പലത്തിക്കൊക്കെ വരുമ്പോ നല്ല ഫ്രീക്ക് ലുക്കിലാണ്. ഒന്ന് തിരിയാൻ പറ്റുമോ? ഒന്ന് തിരിയും. ആ ബാക്കിൽ എഴുത്തൊന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ്. ഇവിടെ അല്ല, ടോക്കിയോ ജപ്പാനൊക്കെ ഇതാ അമ്പലത്തിക്ക് വരുന്ന ഡ്രസ്സാണിത്. തീർത്ത ഒരുപാട് ശില്പങ്ങളുണ്ട്. വീണ്ടും ഒരു ശില്പം കൂടി കണ്ടു. ഞങ്ങളെല്ലാവരും ബൃഹദേശ്വര ടെമ്പിളിൽ തൊഴുതിറങ്ങി. ഇവിടെ ശിവന്റെ ഒരു പ്രതിഷ്ഠയാണ്. ഇവിടെ മാത്രം വീഡിയോസും ഫോട്ടോസും അലൗഡല്ല. ഇവിടെ ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് തൊഴുതു. പിന്നെ എല്ലാവരും ഇവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊഴുതിറങ്ങിയിട്ട് പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണിത്. പിന്നെ പുറത്തുനിന്നുള്ള ഫോറിനേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സായിട്ടും. ഇവിടെ എവിടെ തിരിഞ്ഞാലും നല്ല ഫോട്ടോസ് കിട്ടും. ഏഴാമത്തെ സ്പോട്ടാണ് ബൃഹദേശ്വര ടെമ്പിള്. 5, 6 നമ്മൾ കവർ ചെയ്തിട്ടില്ല. മൊത്തം 14 സ്പോട്ടല്ലേ ഉള്ളത്? 15 പോയിന്റ്സ് ഉണ്ട്. ഞങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്യണം. ഇവിടെ എല്ലാ ശില്പങ്ങളിലും ഇതേപോലെ ഒരു തമിഴാണ്, അതിന്നാണ് തമിഴ് ജനിച്ചിരിക്കുന്നത്. തുളുവില് കൊത്തിവെച്ചിട്ടുണ്ട്. എല്ലാ ശില്പങ്ങളിലും ഉണ്ട്. തുളുവിൽ നിന്നാണ് തമിഴിന്റെ ഉത്ഭവനം. ഇത് സുബ്രഹ്മണ്യൻ്റെ ടെമ്പിളാണ്. അപ്പോൾ അടുത്ത് ഇവിടെ തൊഴുകാൻ പോവാണ്. ഈ ഒരു ശില്പത്തിൽ രാമായണത്തിൻ്റെ ഒരുപാട് കൊത്തുപണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും തൊഴുതിറങ്ങി. അപ്പം ഇനി ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങാം. ഇവിടെ പിന്നെ എവിടെ നോക്കിയാലും നല്ല ഫ്രെയിം ആയതുകൊണ്ട് എങ്ങനെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇതെന്നാ ഉഷാറാണ്. ഇവിടെ എല്ലായിടത്തും ഉഷാറാണ്. അതിൻ്റെ പേര് ചണ്ഡികേശ്വര ഷ്രൈൻ എന്നാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠ ഉണ്ട്. അതും കൂടി തൊഴുത് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഇതെല്ലാം ഞങ്ങൾ തൊഴുത് കഴിഞ്ഞു. ഇപ്പോൾ ഭയങ്കര വിശപ്പ്. അപ്പോൾ രാവിലെ മുതൽ ആ ഒരു ചായയും ഒരു വടയും മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ ഒരു എന്തെങ്കിലും കഴിക്കാനുള്ളൊരു സെറ്റപ്പ് കൂടി നോക്കണം. വിശക്കുണ്ടോ? സൂപ്പറായിട്ട് വീഡിയോ കിണറിൽ വെള്ളം രാജേഷണ്ണല്ലേ അവിടുത്തെ? ഇല്ലേ, വെള്ളമില്ല. എന്താ പറയാ, ഇത്ര നേരത്തെ എക്സ്പീരിയൻസ് പറയാം. എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട് ട്രിപ്പ്? നമ്മളെ വളരെ ചരിത്രപരമായ സൃഷ്ടിയിൽ നമ്മൾ മുഴുകിയിരിക്കുകയാണ്. ചോള രാജാവിന്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടി തന്നെയാണ് ഇതൊക്കെ. ഞാനെന്ത് പറയാ, ഫോട്ടോ എടുക്കാൻ ഇവിടെ എല്ലാം ചോള രാജാവ് സൃഷ്ടിച്ചു തന്നെ. നമ്മൾ വന്ന് എല്ലാരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണല്ലേ?
ബൃഹദേശ്വര ടെമ്പിൾ കഴിഞ്ഞിട്ട് ഇനി അവിടേക്കാ പോകണ്ട്? നമ്മളിനി മ്യൂസിയം. മ്യൂസിയം ഇവിടുന്ന് 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ? 1 കിലോമീറ്റർ ഉള്ളൂ. അതിന് മുന്നേ നമ്മൾ ഫുഡ് കഴിക്കണം ആദ്യം. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഞാൻ പറയുന്നത് മറ്റേ അതൊരു കാണാനാണ്, പക്ഷെ ഇതിന്റെ ഇത് പണ്ടത്തെ കളറാണ്. വേസ്റ്റ് ആയിരുന്നു. അടിമകളെ അതില് അടി. ഹലോ ഗൈസ്, വെൽക്കം ടു തഞ്ചാവൂർ. വി ആർ എക്സ്പ്ലോറിംഗ് തഞ്ചാവൂർ വൺ ഡേ ട്രിപ്പ്. പോയിന്റ് ഗണേശ മന്ദിരമാണ്. ഈ കാണുന്നതാണ് ഗണേശ മന്ദിരം. ഗണേശ മന്ദിരത്തിന്റെ ഒരു ഹിസ്റ്ററി ഈ കാണുന്നതാണ്. അപ്പൊ നിങ്ങൾ പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയപ്പോ മസിൽ പിടിച്ചിട്ടുണ്ട്. പിടിച്ചതാണോ അതോ ഇനി വേറെ എവിടെയെങ്കിലും എന്താന്നറിയില്ല കറക്റ്റ് ആയിട്ട്. പരിപാടി ഫുഡ് കഴിക്കാൻ പോവാ. ഫുഡ് അല്ല, നമ്മൾ കഴിക്കാൻ പോവാ പറഞ്ഞിട്ട് വീണ്ടും വന്നല്ലോ. നമ്മൾ വീണ്ടും പോവാണ്, കാരണം അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രസാദം കാര്യങ്ങളൊക്കെ. 50 റുപ്പീസ് എല്ലാ 50. തഞ്ചാവൂർ സ്പെഷ്യൽ പിന്നെ റൈസ്, ലെമൺ റൈസാ. മൊബൈൽ ATM ഒക്കെ ഉണ്ട്. നിങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു മൊബൈൽ ATM സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ പൈസ കയ്യിലെടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഉപകാരമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ അമ്പലത്തിന് തൊട്ടടുത്താണ്. അടികപ്പോ ആ വടികം. ഒരു ചെറിയ സീനുണ്ട്. ഒരാളുടെ ചെരുപ്പ് പോയിച്ചാണ. ആ 2 പേരുടെ ചെരുപ്പ് പോയി. ഇവിടെ ഒരു ചെരുപ്പ് പോയി, ഇവിടെ ഒരു ചെരുപ്പ് പോയി. ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ആ നമ്മള് വരണ വഴിക്ക് മേടിക്കാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോ അവിടുന്ന് മേടിക്കാം. നമ്മുടെ ദേശം പോയത് പോട്ടെ. 5 രുദ്രാക്ഷം 250. അത് 300. ഇത് തങ്ക സിമ്പിൾ ട്രിപ്പ്. അവളെ പൈസ ഒന്നുമില്ല. വഴിയോരങ്ങളിലൂടെ ഇങ്ങനെ നടക്കാണ്. അപ്പൊ ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാൻ ഇവിടെ ചെരുപ്പ് 2 മിസ്സിംഗ് ആയി. അതൊരു വലിയ പ്രശ്നമാണ്. വരുന്നവരെ നോക്കുക, ക്ലോക്ക് റൂമിൽ വെക്കുക. അപ്പൊ ഇവിടെ വരുന്നവർ അത് ശ്രദ്ധിക്കുക. അതിന്റെ ഫ്രണ്ടില് അമ്പലത്തിന്റെ വഴിയിലുള്ള അവിടെ ചെരുപ്പിടാൻ പാടില്ല. അതേപോലെ തന്നെ ഇവിടെ ചെരുപ്പ് കള്ളന്മാരുണ്ട്, അതും കൂടി സൂക്ഷിക്കണം. അപ്പോൾ അതിന്റെ കൗണ്ടർ ഉണ്ട്, അതിന്റെ ഉള്ളിൽ തന്നെ വെക്കാൻ നോക്കുക എല്ലാവരും മാക്സിമം. പിന്നെ തഞ്ചാവൂരത്തെ ഞങ്ങൾ പോയ ടെമ്പിള് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണ്. കാരണം അടിപൊളി വ്യൂ ആണ്. എവിടെ തിരിഞ്ഞാലും നല്ലൊരു വ്യൂ അല്ലേ അജി? അതെ, എവിടെ തിരിഞ്ഞാലും പ്രൈമ. ടെമ്പിളിന്റെ അടുത്തായിട്ട് തന്നെ ഒരു പുഴ ഇങ്ങനെ കുറുകെ ഒഴുകുന്നുണ്ട്. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം കഴിഞ്ഞതുമാണ് നമ്മുടെ ബൃഹദേശ്വര ടെമ്പിൾ വരുന്നത്. ഇവിടെ ചെറിയ കടകളൊക്കെ ഉള്ളു. അപ്പൊ ഞങ്ങള് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. എന്താ പൂരിയാ? ഇഡ്ഡലി ചട്നി സാമ്പാർ. ഇങ്ങനെ പൊടിക്കാനല്ലേ? ിസ്കാവോ സ്ഥലം ഭയങ്കര കുറവായി. ബൈ.